Next topic is the design of field system. Design of field system for DC machine as well as for synchronous machine. അപ്പോൾ നമുക്ക് പോൾസ് യൂസ് ചെയ്യുന്നത് ഡി സി മെഷീനിലുണ്ട്, അതേപോലെ തന്നെ സിങ്കണസ് മെഷീൻ, ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ സിങ്കണസ് മോട്ടർ. നമ്മൾ ഡി സി മെഷീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്ററിൽ യോക്കിലോട്ട് നമ്മൾ പോൾസ് ഫിക്സ് ചെയ്യും. 2, 4, 6 പോൾസൊക്കെ വരും. പോൾസ് റോട്ടറിൽ ആർമച്ചർ, ഡി സി ആർമച്ചർ വിത്ത് കമ്മ്യൂട്ടേറ്റർ കറങ്ങുന്നതാണ്. സിങ്കണസ് മെഷീൻ ആകുമ്പോൾ നമുക്ക് സ്റ്റേറ്ററിൽ വൈൻഡിങ് വെക്കാനായിട്ട് ആർമച്ചർ സ്ലോട്ട്സ്. ദെൻ യു ഹാവ് ദി റോട്ടർ, ഐദർ സാലിയൻ പോൾ ഓർ നോൺ സാലിയൻ പോൾ. അപ്പോൾ നമ്മളിവിടെ ഫീൽഡ് സിസ്റ്റത്തിനകത്ത് സാലിയൻ പോളിനെ വെച്ചാണ് നമ്മളെല്ലാം പറയുന്നത്. അപ്പോൾ സാലിയൻ പോൾ, അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള ഇതിന് ചുറ്റും വൈൻഡിങ് കൊടുക്കും. അപ്പോൾ ഈ പോൾസിന് എന്ത് ഹൈറ്റ് വേണം, പോൾ ഷൂവിന് എന്ത് ഹൈറ്റ് വേണം, ഫീൽഡ് വൈൻഡിങ്ങിന് എന്ത് ഹൈറ്റ് വേണം, ഫീൽഡ് വൈൻഡിങ് എത്ര ടേൺസ് വേണം, ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കണം, ഇതൊക്കെ ആണ് നമ്മുടെ ഈ ഫീൽഡ് സിസ്റ്റം ഡിസൈനകത്ത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഡിസൈൻ ഓഫ് ഫീൽഡ് സിസ്റ്റം ഇൻവോൾവ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പോൾസിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഫൈൻഡിങ് ഔട്ട് ദി ടൈപ്പ് ആൻഡ് ഹൈറ്റ് ഓഫ് പോൾ, എന്ത് ടൈപ്പ് പോളാണ് നമുക്കറിയാം. റൗണ്ട് സിലിണ്ട്രിക്കൽ ബോഡിയുള്ള പോൾസ് ഉണ്ട്, റെക്റ്റാങ്കുലർ പോൾസ് ഉണ്ട് അതിൻ്റെ ബോഡി. ഫൈൻഡിങ് ഔട്ട് ദി ടൈപ്പ് ആൻഡ് ഹൈറ്റ് ഓഫ് പോൾസ് ആൻഡ് ദ ഡിസൈൻ ഓഫ് ഫീൽഡ് വൈൻഡിങ്സ്, ഷണ്ട് വൈൻഡിങ് ആൻഡ് സീരീസ് വൈൻഡിങ്. കോമ്പൗണ്ട് ജനറേറ്ററോ കോമ്പൗണ്ട് മോട്ടറോ ഒക്കെ ആകുമ്പോഴേ 2 വൈൻഡിങ് ഉണ്ട്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, സീരീസ് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മൾ ഫീൽഡ് സിസ്റ്റം ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സിംപ്ലസ്റ്റ് കേസ് എടുക്കും. ടൈപ്പ് ഓഫ് പോൾ എന്ന് പറയുമ്പോൾ കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് പോൾ ഈസ് ദി ലാമിനേറ്റഡ് ടൈപ്പ്. ഈ പോൾസ് ലാമിനേഷൻസ് ആയിരിക്കും. അതിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം ലെങ്ത് നമുക്ക് കൂട്ടിയും കുറയ്ക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജാണ് ലാമിനേറ്റഡ് പോൾസ്. അപ്പോൾ ഇതേ പോളിൻ്റെ ഷേപ്പിൽ ഉള്ള ലാമിനേഷൻസ് എല്ലാം കൂടെ സ്റ്റാക്ക് ചെയ്യും. ഈ പോളിൻ്റെ ഷേപ്പിലുള്ള ലാമിനേഷൻസ് ഞാൻ മുമ്പൊരവസരത്തിൽ കാണിച്ചുള്ളതാണ്. ലാമിനേറ്റഡ് പോൾസ് ഓരോരോ പാളിയായിട്ട് ചേർത്ത് വെച്ച് ആവശ്യത്തിനുള്ള ലെങ്ത്. അപ്പോൾ ഈ ഷേപ്പിൽ വിത്ത് പോൾ ഷൂ നമുക്ക് പിന്നെ ആ രീതിയിൽ അതിനെ ചെയ്യാൻ പറ്റും. അപ്പം പോൾ ഷൂ കൂടെ ചേർത്തൊരു ലാമിനേഷൻ, ഇതാണ് ഒരു ലാമിനേഷൻ. അപ്പം ഇങ്ങനെയുള്ള നിരവധി ലാമിനേഷൻസ് ആവശ്യാനുസരണം ലെങ്ത് നമുക്ക് വെക്കാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇത് ഒരു ലാമിനേഷൻ. മെഷീൻ്റെ ലെങ്തിനനുസരിച്ച്, ആക്സിൽ ലെങ്തിനനുസരിച്ച് ഒരു ലാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. രണ്ടാമത്തെ ലാമിനേഷൻ, സോ ഇങ്ങനെ ലാമിനേഷൻസ് അടുക്കി ആവശ്യത്തിനുള്ള ലെങ്ത് വരുത്തി പോൾ ആവശ്യത്തിന് ലെങ്ത്. അപ്പോൾ ഇതാണ് ലാമിനേഷൻസ് ഉപയോഗിച്ചുള്ള പോൾ കൺസ്ട്രക്ഷൻ. ഇത് വേറെ രീതിയിൽ പറ്റും. പോൾ ഷൂ സോളിഡായിട്ട്, ഇപ്പോൾ ഇത് മാത്രം ഈ പോർഷനാണല്ലോ പോൾ ഷൂ, അതുകൂടെ ഇതിൻ്റെ കൂടെ പിന്നെ അറ്റാച്ച് ചെയ്താലും മതി. ആ രീതിയിൽ കൺസ്ട്രക്ഷൻ ഉണ്ട്. ഇതാണ് പോൾ ബോഡി എന്ന് പറയുന്നത്. പോൾ ബോഡി, the pole body is this. So the laminated poles or solid poles, the commonly used type of pole is the laminated pole bolted to the frame. The thickness of lamination is usually 1 mm to 1.5 mm and stacking factor is about 0.95 stacking factor. ചേർത്ത് വെക്കുമ്പോൾ
ചെറിയൊരു ഇൻസുലേഷൻ കോട്ടിങ് കൊടുക്കും. ഡി സി ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ്. പിന്നെ അതുകൂടാതെ എങ്ങനെ ആയിരുന്നാലും ഇത് ലാമിനേഷൻസ് ആകുമ്പോൾ എത്ര സ്റ്റാക്ക് ചെയ്താലും ഒരുപക്ഷെ അത് ഫുൾ കംപ്ലീറ്റ് സ്റ്റാക്ക്ഡ് ആകത്തില്ല. അപ്പം കുറച്ച് എയർ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കും. അപ്പോൾ അതെല്ലാം കൂടെ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് ഡയമെൻഷൻസ് ഓഫ് മെയിൻ പോൾസാണ് വേണ്ടത്. അപ്പം ഡയമെൻഷൻസ് ഓഫ് മെയിൻ പോൾസ് എന്ന് പറയുമ്പം അതിൻ്റെ ഏരിയ ഓഫ് ദ പോൾ, ആദ്യം വരുന്ന ഏരിയ ഓഫ് ദ പോൾ, AP. ഏരിയ ഓഫ് ദ പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ദ പോൾ ഡെവലപ്സ് ദി ടോട്ടൽ ഫ്ലക്സ്, that is the useful flux plus the leakage flux. To find out the total flux per pole from the useful flux, we have the leakage coefficient. ഇപ്പോൾ ലീക്കേജ് കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് പെർ പോൾ ഡിവൈഡഡ് ബൈ ദ യൂസ്ഫുൾ ഫ്ലക്സ് പെർ പോൾ. ടോട്ടൽ ഫ്ലക്സ് പെർ പോൾ ഡിവൈഡ് ബൈ യൂസ്ഫുൾ ഫ്ലക്സ് പെർ പോളിൻ്റെ കാര്യത്തിൽ എന്താണത് എങ്ങനെ വ്യത്യാസം വരുന്നത്? സി യു ഹാവ് ദ പോൾസ് ലൈക്ക് ദിസ്. നമുക്ക് ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഇതിന് ചുറ്റും ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. ഫീൽഡ് വൈൻഡിങ് ചുറ്റിയുള്ള ഫീൽഡ് വൈൻഡിങ്. ഫീൽഡ് വൈൻഡിങ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ പോൾസ് വെക്കുന്നത്, ചുറ്റും വെക്കുന്നത്. അപ്പോൾ നോർത്ത് പോൾ ആണെങ്കിൽ ഫ്ലക്സ് നോർത്ത് പോളിൽ നിന്ന് പുറപ്പെടും. ഫ്ലക്സ് ലൈൻസ് ഇൻവിസിബിൾ ലൈൻസാണ്, കാണാൻ പറ്റാത്തതാണ്. റെപ്രസെൻറ്റേഷന് വേണ്ടി തെളിച്ച് വരച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ യൂസ്ഫുൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എയർ ഗ്യാപ്പ്. ഇപ്പം നമ്മൾ ആർമച്ചർ ഇങ്ങനെ വെക്കുമ്പോൾ എയർ ഗ്യാപ്പ് ക്രോസ് ചെയ്ത് ആർമച്ചറിൽ നമ്മൾ റോട്ടറിൽ നമ്മൾ കണ്ടക്ടേഴ്സ് ഇങ്ങനെ വെക്കുന്നു, റോട്ടർ കണ്ടക്ടേഴ്സ്. അപ്പം ഇവിടെ ഇപ്പുറത്ത് വേറൊരു പോളുണ്ട്, സൗത്ത് പോൾ. സൗത്ത് പോൾ ആണെങ്കിൽ ഇത് ഫ്ലക്സ്, പകുതി ഫ്ലക്സ് ഇതുവഴി അങ്ങ് പാത്ത് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് യോക്ക് വഴി യു ഹാവ് ദ യോക്ക്. ഇങ്ങനെയാണല്ലോ ഡി സി മെഷീൻ്റെ കേസ് എടുക്കുകയാണ്. ഏത് മെഷീൻ്റെ കേസ് എടുക്കുകയാലും അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യം സ്ഥലമുണ്ടാവും. അപ്പോൾ ഇതിനകത്തൂടെ പകുതി ഇങ്ങനെ ഈ ഭാഗത്തൂടെ, എന്നിട്ട് പകുതി ഫ്ലക്സ് ഈ ഭാഗത്തൂടെ ഇപ്പുറത്തുള്ള സൗത്ത് പോള്. പകുതി ഫ്ലക്സ് ഇതിൻ്റെ ഇതുവഴിയായിരിക്കും. യോക്കിൽ കൂടെ പോകുന്നതിന് വേണ്ടിയാണ്, അതിനൊരു ലോ റിലക്റ്റൻസ് പാത്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ യോക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡി സി മെഷീനിൽ. സിൻക്രണസ് മെഷീനകത്താണെങ്കിൽ യോക്കല്ല, സ്റ്റേറ്റർ കോറ്, ആ രീതിയിലാണത്. അപ്പം ഈ എയർ ഗ്യാപ്പ് ക്രോസ് ചെയ്ത് കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിനാണ് യൂസ്ഫുൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. യൂസ്ഫുൾ ഫ്ലക്സ്, ദിസ് ഈസ് ദ യൂസ്ഫുൾ ഫ്ലക്സ്. യൂസ്ഫുൾ ഫ്ലക്സ്, ഒരു പോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എയർ ഗ്യാപ്പ് ക്രോസ് ചെയ്ത് ആർമച്ചർ കണ്ടക്ടേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്ന, സമ്പർക്കത്തിലായിരിക്കുന്ന ഫ്ലക്സ്. എന്നെങ്കിൽ മാത്രമേ ഈ ആർമച്ചർ കറങ്ങുമ്പോൾ ആ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്ത് EMF ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് യൂസ്ഫുൾ ഫ്ലക്സ്. പക്ഷേ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതല്ല. ഈ കുറേ ഫ്ലക്സ് ലൈൻസ് ഇതുവഴി എയറിൽ കൂടി ഇങ്ങനെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. ഈ പോൾസ് ഉണ്ടാക്കുന്ന ഫ്ലക്സിൽ കുറേ ഭാഗം ഒരു ന്യൂനപക്ഷം അനുസരണക്കേട് കാട്ടി ഇതുവഴിയൊക്കെ പോകും. കുറേ ദണ്ട് ഇങ്ങനെയും ചിലപ്പോൾ പോകാം, പോൾ ടു പോൾ. ഇത് ഒരുപാട് അടുത്തിരുന്നാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ലീക്കേജ് ഫ്ലക്സാണ്. ദീസ് ആർ ഓൾ ലീക്കേജ് ഫ്ലക്സസ്. ലീക്കേജ് ഫ്ലക്സിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. ഒരു സൈസ് ലീക്കേജ് ഫ്ലക്സ്.
അപ്പോൾ ലീക്കേജ് ഫ്ലക്സ് ആൻഡ് യൂസ്ഫുൾ ഫ്ലക്സ് ഇൻ ദ കേസ് ഓഫ് ദിസ് DC മെഷീൻ. അപ്പം നമുക്ക് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു പോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർത്താണല്ലോ. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഈസ് ദ യൂസ്ഫുൾ ഫ്ലക്സ് പ്ലസ് the leakage flux. Is the total flux is the useful flux plus the leakage flux. ലീക്കേജ് ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് ഈ ഫ്ലക്സ് ലൈൻസ് വരയ്ക്കുമ്പോൾ ഒരിക്കലും രണ്ട് ഫ്ലക്സ് ലൈൻസ് കൂട്ടിമുട്ടത്തക്ക രീതിയിൽ വരയ്ക്കരുത്. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അങ്ങനെ വരയ്ക്കരുത്. നോ ടു ഫ്ലക്സ് ലൈൻസ് ഇൻ്റർസെക്റ്റ് എന്നുള്ളത് ബേസിക് കൺസെപ്റ്റാണ്. അപ്പം ഏരിയ ഓഫ് ദ പോൾസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ദ പോൾ ഡെവലപ്സ് ദ ടോട്ടൽ ഫ്ലക്സ്, ദാറ്റ് ഈസ് ദ യൂസ്ഫുൾ ഫ്ലക്സ് പ്ലസ് ദ ലീക്കേജ് ഫ്ലക്സ്. ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ഫ്ലക്സ് പെർ പോൾ, ഒരു പോളിൻ്റെ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് ഫ്രം ദി യൂസ്ഫുൾ ഫ്ലക്സ് വി ഹാവ് ദ ലീക്കേജ് കോഎഫിഷ്യൻറ്റ്. യൂസ്ഫുൾ ഫ്ലക്സ് അറിയാവുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഫാക്ടറുണ്ട്, ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്, ലീക്കേജ് കോഎഫിഷ്യൻറ്റ്. ലീക്കേജ് കോഎഫിഷ്യൻറ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ ഫ്ലക്സ് പെർ പോൾ ടു ദ യൂസ്ഫുൾ ഫ്ലക്സ് പെർ പോൾ. ടോട്ടൽ ഫ്ലക്സ് പെർ പോൾ ഡിവൈഡഡ് ബൈ ദ യൂസ്ഫുൾ ഫ്ലക്സ് പെർ പോൾ എന്ന് പറയുന്ന ലീക്കേജ് കോഎഫിഷ്യൻറ്റ്. ദർ ഇസ് എ ചാർട്ട് ഷോയിങ് ദി ലീക്കേജ് കോഎഫിഷ്യൻസ് ഫോർ ഡിഫറെൻറ്റ് പവർ റേറ്റിംഗ്സ്. മെഷീൻ്റെ പവർ റേറ്റിംഗ് അനുസരിച്ച് ലീക്കേജ് കോഎഫിഷ്യൻ ഇങ്ങനെ വേരി ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതൊക്കെ പിന്നെ എംപെരിക്കൽ എക്സ്പെരിമെൻ്റൽ സംഗതികളാണ്. ഔട്ട്പുട്ട് 50 kW ഔട്ട്പുട്ടിന് ലീക്കേജ് കോഎഫിഷ്യൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ടോട്ടൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ദി യൂസ്ഫുൾ ഫ്ലക്സ്. അപ്പോൾ എപ്പോഴും ടോട്ടൽ ഫ്ലക്സ് കൂടിയിരിക്കുന്നതുകൊണ്ട് ലീക്കേജ് കോഎഫിഷ്യൻറ്റ് ഒന്നിൽ കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് ഹാവിങ് വാല്യൂസ് ലൈക്ക് ദിസ്. ഫോർ 50 kW ഇറ്റ് ഈസ് 1.25 to 1.125. And for 100 kW it is from 1.22 to 1.11, 200 kW 1.2 to 1.1, and 500 kW it is from 1.18 to 1.09, 1000 kW it is 1.16 to 1.08, 1500 ആകുമ്പോൾ 1.14 to 1.07, and for 2000 kW and things like that. അപ്പോൾ ഇത് നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. ഇത് ആവശ്യമെങ്കിൽ തന്നിരിക്കും, അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ചാർട്ടിൽ നിന്ന് നമുക്ക് അതെടുക്കാം. നോ ദ ഫ്ലക്സ് ഇൻ ദ മെയിൻ പോൾ ഈസ് ഫ്ലക്സ് ഇൻ ദ മെയിൻ പോൾ ഈസ് യൂസ്ഫുൾ ഫ്ലക്സ് ഇൻ ടു ലീക്കേജ് കോഎഫിഷ്യൻറ്റ്. ഇപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അപ്പോൾ ലീക്കേജ് കോഎഫിഷ്യൻറ്റിനെ യൂസ്ഫുൾ ഫ്ലക്സിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ദ ടോട്ടൽ ഫ്ലക്സ് ഇൻ ദ മെയിൻ പോൾ ഈസ് യൂസ്ഫുൾ ഫ്ലക്സ് ഇൻ ടു ലീക്കേജ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് തരുന്ന ഫ്ലക്സ് പെർ പോളാണ്. അപ്പോൾ ആ മെഷീൻ ആ പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത്രയല്ല, അതിൽ കൂടുതൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓരോ പോളും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, അപ്പം ആക്ച്വലി ആ പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ഈ പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ച ഈ ബ്ലാക്കും റെഡും കൂടെ ചേർന്നുള്ളതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ദ എയർ ഗ്യാപ്പ് ഫ്ലക്സ് ദാറ്റ് ഇൻറ്റു ലീക്കേജ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ലീക്കേജ് കോഎഫിഷ്യൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഏരിയ ഓഫ് ദ പോൾ ബോഡി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇസ് AP, ഏരിയ ഓഫ് ദ പോൾ ബോഡി ഈക്വൽസ് 5P divided by BP, where BP is the flux density in the pole body, അപ്പോൾ നമുക്ക് AP, the area of the pole is equal to 5P divided by the flux. AP is equal to 5P divided by BP. The flux density in the pole body, or ഈ പോൾ ബോഡിക്ക് പറയുന്ന പോൾ ഷാങ്ക് എന്നൂടെ പറയും. ഇത് പോൾ ബോഡിയാണ്. പോൾ ബോഡിക്ക് പോൾ ഷാങ്ക് എന്നും പറയും. The flux density in the pole body or pole shank usually varies from 1.2 to 1.7. അപ്പോൾ ഇതിനകത്തുള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 1.2 to 1.7 വെബ് പെർ മീറ്റർ സ്ക്വയർ അങ്ങനെ വേരി ചെയ്യും. അപ്പോൾ നോക്കുക, ഇത് പോൾ ബോഡിയാണ്, ഇത്
ബോഡി ഓഫ് ദ പോൾസ്, ബോഡി ഓഫ് ദ പോൾ ഇത് ബി പി, ബ്രെഡ്ത്ത് ഓഫ് ദ പോളാണ് ബി പി, ബ്രെഡ്ത്ത് ഓഫ് ദ പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗമാണ് പോളിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ദിസ് പാർട്ട് ഈസ് ദ പോൾ ബോഡി. അതിനകത്ത് നമ്മുടെ ദിസ് ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ പോൾ. ലെങ്ത് ഓഫ് ദ പോൾ എന്ന് പറയുമ്പോഴോ, ലെങ്ത് ഓഫ് ദ പോൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത്, ലെങ്ത് ഓഫ് ദ പോൾ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പോൾ, ദിസ് ദ ലെങ്ത് ഓഫ് ദ പോൾ, ദിസ് വൺ ഈസ് ദ ലെങ്ത് ഓഫ് ദ പോൾ, ഈസ് എൽ പി, ദിസ് ദ ലെങ്ത് ഓഫ് ദ പോൾ. അപ്പം ബ്രെഡ്ത്ത് ഓഫ് ദ പോളും ലെങ്ത് ഓഫ് ദ പോളും ഉണ്ട്. അപ്പം ലെങ്ത് ഓഫ് ദ പോൾ എൽ പി, അത് നമ്മൾ പിന്നെ ഡിനോട്ട് ചെയ്യുന്ന എൽ പി എന്നും പറഞ്ഞു. ദ ലെങ്ത് ഓഫ് ദ പോൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ആർമച്ചർ. ഈ ആർമച്ചറിൻ്റെ ലെങ്തിലും, ആർമച്ചർ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ആർമച്ചറിന് നമ്മൾ പ്രത്യേകം വരയ്ക്കുകയാണെങ്കിൽ ദിസ് ആർമച്ചർ അതിന് ലെങ്ത് ഉണ്ട്, ഇങ്ങനെ ലെങ്ത് ആർമച്ചർ. അപ്പോൾ ഇതിൻ്റെ നീളം, ഇതിനുള്ളിൽ ഈ ആർമച്ചറിൻ്റെ നീളം, അപ്പോൾ അതാണ് ആർമച്ചർ ലെങ്ത്. ദി ലെങ്ത് ഓഫ് ദ പോൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ആർമച്ചർ ബൈ 10 to 15 mm. ഈ ആർമച്ചറിൻ്റെ അത്രയും നീളം കാണത്തില്ല പോളിന്. ആക്ച്വലി ദ ലെങ്ത് ഓഫ് ദ പോൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ആർമച്ചർ ബൈ 10 mm to 15 mm. ദിസ് ഈസ് ടു പെർമിറ്റ് എൻഡ് പ്ലേ ആൻഡ് ടു അവോയ്ഡ് മാഗ്നറ്റിക് സെൻട്രിങ്. സ്വല്പം എൻഡ് പ്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ടാണ് എൻഡ് പ്ലേ എന്ന് പറഞ്ഞാൽ അലവൻസ് കൃത്യമായിട്ട് പിന്നെ ആണ്. പോൾ ലെങ്ത് കൃത്യമാണ്, ആർമച്ചർ ലെങ്ത് കൃത്യമാണെങ്കിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാലും വേസ്റ്റാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ മുതൽ 1.5 സെൻറ്റിമീറ്റർ വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ അതിനുള്ളൊരു അലവൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് ദ പോൾ ഈസ് ആക്ച്വലി ലെങ്ത് ഓഫ് ദ പോൾ ഈസ് എൽ പി ഈസ് എൽ മൈനസ് ഈ പറഞ്ഞ 10 to 15 mm, അത് മീറ്ററിൽ എഴുതിയിരിക്കുക, ഈസ് എൽ മൈനസ് 0.01 to 0.015 മീറ്റർ. നെറ്റ് അയൺ ലെങ്ത് ഓഫ് ദ പോൾ ഈസ് എൽ പി ഐ. നെറ്റ് അയൺ ലെങ്ത് എന്ന് പറയുന്നത് ഈസ് 0.9 ഇൻറ്റു എൽ പി എന്ന്. ഈ 0.9 എന്ന് പറഞ്ഞാൽ ടു അക്കൗണ്ട് ഫോർ ദ സ്റ്റാക്കിംഗ്. അപ്പോൾ അത് ആക്ച്വലി സ്റ്റാക്കിംഗ് ഫാക്ടറാണ് ഈ 0.9 എന്ന് പറയുന്നത്. സ്റ്റാക്കിംഗ് ഫാക്ടർ 0.9 ആണെങ്കിൽ 0.9. ഇപ്പം നെറ്റ് അയൺ ലെങ്ത് ഇതിനകത്ത് അയൺ ലെങ്ത് എന്ന് പറയുന്നത് എൽ പി ഐ ഈസ് 0.9 ഇൻറ്റു എൽ പി. വിഡ്ത്ത് ഓഫ് ദ പോൾ ബോഡി ഈസ് ബി പി. വിഡ്ത്ത് ഓഫ് ദ പോൾ ബോഡി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് ദ പോൾ ബോഡി, ഈ ബി പി എന്ന് പറയുന്നത് ഈസ് എ പി. മൊത്തം ഈ പോളിന് എന്ത് ഏരിയ വേണമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ബി പി സമം എ പി ഡിവൈഡഡ് ബൈ എൽ പി ആയി. ഏരിയ ദ പോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏരിയ ദ പോൾ. അപ്പോൾ ഈ പോർഷനാണല്ലോ ഏരിയ, ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ ഇതാണ് ഏരിയ ദ പോൾ. ദിസ് ഏരിയ ഓഫ് ദ പോൾ. അപ്പോൾ ഇതിനകത്തൂടെ ഫ്ലക്സ്, ഇത്രയും പോർഷനിലൂടെ ഫ്ലക്സ് പോകുന്നത്. അപ്പോൾ ആ ഫ്ലക്സ് പോകുന്ന ഏരിയ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. എങ്ങനെ? വി ഫൗണ്ട് ഔട്ട് ദി ഏരിയ ഓഫ് ദ പാത്ത് ഓഫ് ദ ഫ്ലക്സ്. അതെന്ന് പറഞ്ഞാൽ 5p ഡിവൈഡഡ് ബൈ മൊത്തം പോളിലെ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദി പോൾ ബോഡി. അപ്പോൾ ഏരിയ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ പിന്നെന്താ ചെയ്യുക? പിന്നെ നമ്മൾ നെറ്റ് അയൺ ലെങ്ത് എടുക്കും. നെറ്റ് അയൺ ലെങ്ത് ഒന്ന് ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് വിഡ്ത്ത് ഓഫ് ദ പോൾ ബോഡി ഈസ് ബി പി ഈസ് ഈക്വൽ ടു എ പി ഡിവൈഡഡ് ബൈ എൽ പി ആയി. ഹൈറ്റ് ഓഫ് പോൾ, ഇനി എന്ത് ഹൈറ്റ് കൊടുക്കണം? ദ ഹൈറ്റ് ഓഫ് ദ പോൾ ഈസ് ഡിസൈഡഡ് ബൈ ദി MMF ടു ബി പ്രൊവൈഡഡ് ടു ദ പോൾ അറ്റ് ഫുൾ ലോഡ്. എന്തുമാത്രം MMF? ഈ പോളിൻ്റെ ഉദ്ദേശം എന്താണ്? ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ MMF നമ്മൾ സപ്ലൈ ചെയ്യണം. MMF ഇങ്ങനെ കൊടുക്കുന്നത് പോളിന് ചുറ്റും വൈൻഡിങ് വെച്ചിട്ട് അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യിക്കും. അങ്ങനെയാണല്ലോ MMF നമ്മൾ ഉണ്ടാക്കുന്നത്. MMF, ദ സോഴ്സ് ഓഫ് ദ ഫ്ലക്സ് ഈസ് ദ സോഴ്സ് ബിഹൈൻഡ് ദി പ്രൊഡക്ഷൻ ഓഫ് ഫ്ലക്സ് ഈസ് ദി MMF ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിന് ചുറ്റും വൈൻഡിങ് ഹാവിങ് എ സർട്ടൺ നമ്പർ ഓഫ് ടേൺസ് എൻ അതിനകത്തൂടെ കറണ്ട് ഐ പാസ് ചെയ്യുന്നു. അപ്പോൾ NI ആണല്ലോ MMF എന്ന് പറഞ്ഞാൽ. വി ഹാവ് ദി MMF ഈസ് ഈക്വൽ ടു N ഇൻറ്റു I. അപ്പം അതാണ് MMF ആംപിയർ ടേൺസ്. അപ്പോൾ അതാണ് ഈ ഫ്ലക്സ് ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സോഴ്സ്. അപ്പം ദ ഹൈറ്റ് ഓഫ് ദ പോൾ ഇസ് ഡിസൈഡഡ് ബൈ ദി MMF ടു ബി പ്രൊവൈഡഡ് ഓൺ ദ പോൾ അറ്റ് ഫുൾ ലോഡ്. ഫുൾ ലോഡിൽ മെഷീൻ ഫുൾ ലോഡിലായിരിക്കുമ്പോൾ എന്ത് MMF ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കും അത്. ഹൈറ്റ് ഓഫ് ദ പോൾ ഈസ് ഡിസൈഡഡ് ബൈ ദി
MMF to be provided on the pole at full load. ഹൈറ്റ് ഓഫ് ദ പോൾ എന്ന് പറയുമ്പം ഹൈറ്റ് ഓഫ് ഫീൽഡ് വൈൻഡിങ് പ്ലസ് ഹൈറ്റ് ഓഫ് ഷൂസ്, ഹൈറ്റ് തിക്നെസ് ഓഫ് ഇൻസുലേഷൻ പ്ലസ് ക്ലിയറൻസ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ പോൾ എന്ന് പറയുമ്പം ഹൈറ്റ് ഓഫ് ദ പോൾ നമ്മുടെ യോക്ക് ഇവിടെ നമ്മൾ ഫീൽഡ് വൈൻഡിങ് വെക്കും. വി കീപ് ദ ഫീൽഡ് വൈൻഡിങ് ഹിയർ. ഇതിന് ചുറ്റുമായിട്ടാണ് ഫീൽഡ് വൈൻഡിങ്, അതിൻ്റെ ക്രോസ് സെക്ഷനായത് കാണിച്ചേക്കുന്നത്. വൈൻഡിങ് ടേൺസ് ഇപ്പോൾ ശരിക്കും ഹൈറ്റ് ഓഫ് ദ പോൾസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹൈറ്റ് ഓഫ് ദ പോൾസ് മൊത്തം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹൈറ്റ് ഓഫ് ദ പോൾസ് ഹൈറ്റ് ഓഫ് ദ പോൾ. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഹൈറ്റ് ഓഫ് ദ പോൾ എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഹൈറ്റ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഹൈറ്റ് പ്ലസ് ഹൈറ്റ് ഓഫ് ഷൂസ്, ഈ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഈ ഹൈറ്റ്, ആ ഹൈറ്റ് പ്ലസ് ഈ ഷൂസിൻ്റെ തിക്നെസ്. തീർന്നില്ല. പിന്നെ ഇൻസുലേഷൻ, ഇതിനകത്ത് ഇൻസുലേഷൻ വരും. എന്നിട്ട് ഈ ഭാഗത്തും വൈൻഡിങ് ഇവിടെ ടച്ച് ചെയ്യുന്ന ഭാഗത്തും ഇവിടെയൊക്കെ ഒരു ഇൻസുലേഷൻ കാണും. അപ്പോൾ ഇൻസുലേഷൻ, കുറച്ച് ഇൻസുലേഷൻ തിക്നെസ് വരും. പ്ലസ് ക്ലിയറൻസ്, ഒരല്പം ക്ലിയറൻസ്, അങ്ങ് ഒരു ശാല ക്ലിയറൻസ് കൂടെ കാണും. ദണ്ടിത് ഒഴിവായിട്ട് കുറച്ച് സ്ഥലം കിടക്കും. കാരണം കംപ്ലീറ്റ് ഇടിച്ച് കയറ്റി വെക്കത്തില്ല. അപ്പോൾ ഒരു ചെറിയ ക്ലിയറൻസ് നമുക്കത് എടുക്കുകയും വെക്കുകയും ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യത്തിന് മെഷീൻ്റെ, അതുപോലെ ഫ്രം കൂളിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ ഓൾസോ. So in order to prevent the ill effects of armature reaction becoming too excessive, the field system is designed such that the field MMF is sufficiently powerful. Field system is designed such that the field MMF is sufficiently powerful compared to the armature MMF at full load. For normal designs, ampere turns corresponding to full load, field MMF at full load divided by armature MMF at full load is 1.1 to 1.25. അപ്പോൾ നമുക്കറിയാം മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ആർമച്ചർ റിയാക്ഷനുണ്ട്. DC മെഷീൻ്റെ കാര്യമാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ആർമച്ചർ റിയാക്ഷനുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യണം. അപ്പോൾ അതിനേക്കാൾ ശക്തമായിരിക്കും നമ്മുടെ ഫീൽഡ് MMF. ആർമച്ചർ MMF എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആർമച്ചർ വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് പോകുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ആർമച്ചർ MMF, ആംബിയർ കണ്ടക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ആർമച്ചർ MMF, അപ്പോൾ ആംബിയർ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി ആർമച്ചർ വൈൻഡിങ്, അതാണ് ആർമച്ചർ MMF. ആർമച്ചർ MMF അറ്റ് ഫുൾ ലോഡ് ഈസ് ഡിവൈഡഡ് ബൈ ഈ ഫീൽഡ് MMF അറ്റ് ഫുൾ ലോഡ്, അതായിരിക്കും കൂടുതൽ. അതാണ് അതുമൂലമാണ് ഫ്ലക്സ് ഉണ്ടാകേണ്ടത്. ആ ഫ്ലക്സിൽ കുറച്ച് ഭാഗത്തെ ഇത് വീക്കൻ ചെയ്യും ആർമച്ചർ റിയാക്ഷൻ മൂലം. അപ്പം ഈ ആർമച്ചർ MMFനേക്കാൾ കൂടുതലായിരിക്കണം ഫീൽഡ് MMF. ഈ റേഷ്യോ ഏകദേശം 1.1 to 1.25. So these are some of the basic things to be kept in mind.